ശ്രീ മണിക്കൂർ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തിരുന്ന കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ വിപ്ലവഗാനം പാടുകയും ക്ഷേത്ര പരിസരത്ത് ഡിവൈഎഫ്ഐ പാർട്ടിക്കൊടികൾ ഉയർത്തുകയും ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു. രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നടത്താൻ പാടില്ലാത്തതാണ് നടന്നത്. ഗാനമേള ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ക്ഷേത്രങ്ങൾ ഇത്തരം സംഭവങ്ങൾക്കുള്ള ഇടമല്ലെന്നും ഇതൊക്കെ കോളേജുകളിലാകാമെന്നും കോടതി വിമർശിച്ചു. പരിപാടി സംഘടിപ്പിച്ച ക്ഷേത്ര ഉപദേശക സമിതി എന്നായിരുന്നു ദേവസ്വം ബോർഡ് അഭിഭാഷകന്റെ വിശദീകരണ വിവരങ്ങളുമായി ഹൈക്കോടതിയിൽ നിന്ന് രേഷ്മ, ഒപ്പം കടയ്ക്കൽ കൊല്ലത്ത് നിന്ന് മനോജും ചേരുന്നുണ്ട്. ആദ്യം രേഷ്മയിലേക്ക്. രേഷ്മ, അതിരൂക്ഷ ഭാഷയിലാണ് കോടതിയുടെ വിമർശനം. ഇത്തരം കാട്ടിക്കൂട്ടലുകൾക്കുള്ള ഇടമല്ല ക്ഷേത്രം, അത് കോളേജുകളിലോ മറ്റു പരിപാടികൾക്കോ ആവാം. ക്ഷേത്രങ്ങളിൽ വേണ്ടത് ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയാണ്. രേഷ്മ. ഉമേഷ്, ഇത്തരം സംഭവങ്ങൾ, അതായത് കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ടായിരുന്നു വിപ്ലവ ഗാനാലാപനവും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ കൊടിയും അതോടൊപ്പം CPM-ന്റെ പാർട്ടി ചിഹ്നവും പ്രദർശിപ്പിച്ചത്. ഈ സംഭവത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനം ഉണ്ടായത്. ഇത്തരം സംഭവങ്ങൾ ക്ഷേത്രങ്ങളിൽ നടക്കുവാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ, അതായത് ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്. ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഭക്തിയുടെ കൂട്ടായ്മയാണ്, ഭക്തരുടെ കൂട്ടായ്മയാണ്. ഇത്തരം ഇടങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ഉത്സവം നടക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില വിമർശനങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ തന്നെ മുൻകാല ഉത്തരവുണ്ട്. അതായത് തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് ക്ഷേത്ര പരിസരം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ മുൻകാല ഉത്തരവുകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അത് കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നും ദേവസ്വം ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വാക്കാൽ സമർപ്പിച്ചിട്ടുള്ള വിശദീകരണം അത് തൃപ്തികരമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ കടയ്ക്കലിലെ സംഭവത്തിൽ സാഹചര്യം ഏത് വിധത്തിലായിരുന്നു, എന്തടിസ്ഥാനത്തിലാണ് ഇത് സംഭവം നടന്നത്, അതായത് ഈ വിപ്ലവ ഗാനാലാപനവും അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളും നടന്നത് ഏത് വിധത്തിലാണ്, അതിന്റെ വിശദീകരണം കൃത്യമായിട്ട് രേഖാമൂലം സത്യവാങ്മൂലം എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി നിലവിൽ സ്വമേധ ഹൈക്കോടതി കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വിഷയം, അതായത് 2 ഹർജികളായിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഒന്ന് ഒരു കോടതിയലക്ഷ്യ ഹർജിയും മറ്റൊന്ന് ഈ കടയ്ക്കൽ ക്ഷേത്രത്തിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയുമായിരുന്നു. ഈ ഹർജികൾ വന്ന സമയത്ത് തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു തീരുമാനമുണ്ടായത്, അല്ലെങ്കിൽ ഒരു നിഗമനം ഉണ്ടായിട്ടുള്ളത്. അതായത് നടക്കാൻ പാടില്ലാത്തത് തന്നെയാണ്, ക്ഷേത്രങ്ങളിൽ നടക്കുവാൻ പാടില്ലാത്തതാണ് കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ നടന്നത്. ഭക്തരുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ ഭക്തരുടെ പണം, അതായത് ഭക്തരിൽ നിന്ന് ശേഖരിക്കുന്ന പണം ഈ ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കപ്പെടേണ്ടത്. അത് ഇത്തരമുള്ള ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടോ അലങ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇത്തരം കോടതി പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടി ആവർത്തിക്കാം. ക്ഷേത്രങ്ങൾ ഇത്തരം സംഭവങ്ങൾക്കുള്ളതല്ല. ഇത്തരം സംഭവങ്ങൾ കോളേജുകളിലാവാം. സ്റ്റേജ് അലങ്കാരം എന്നിവയിലും കോടതി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഭക്തരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്ന പണം ഇത്തരത്തിൽ അലങ്കാരങ്ങൾക്ക് ചിലവഴിക്കാനുള്ളതല്ല. ഭക്തരുടെ പണം ദൂർത്തിരിച്ചു കളയാൻ പാടില്ല. പണം കൂടുതലുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് അന്നദാനം നൽകാമെന്നും ഹൈക്കോടതി. ഉത്സവങ്ങൾ ഭക്തിയുടെ കൂട്ടായ്മ കൂടിയാണ്, അവിടെ ഇത്തരം കാട്ടിക്കൂട്ടലുകളല്ല പാടില്ലെന്ന്. അതായത് കൃത്യമായ ഒരു ഇടപെടൽ, കൃത്യമായ വിമർശനം ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം കോടതി നടത്തുന്നു. അങ്ങനെ മനസ്സിലാക്കണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ദൃശ്യങ്ങൾ ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധിച്ചിരുന്നു. അത് പരിശോധിച്ച ശേഷമാണ് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട്, അതായത് ക്ഷേത്രങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടുള്ളതല്ല, അതോടൊപ്പം തന്നെ നടക്കുവാൻ പാടില്ലാത്തതാണ് കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ നടന്നത്. അത് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ആദ്യഘട്ടത്തിലുള്ള നിരീക്ഷണം. അതോടൊപ്പം തന്നെ സ്റ്റേജിലെ അലങ്കാരവും മറ്റ് ലൈറ്റ് സംവിധാനങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഭക്തരുടെ പണം കൊണ്ട് തന്നെയാണ് ഈ ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ ഭക്തരുടെ പണം ദൈവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്, അല്ലാതെ ഇത്തരം സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിലെ കലോത്സവങ്ങളിലൊക്കെ തന്നെ ആയിരിക്കാം ഇത്തരം ഗാനമേളകളും ലൈറ്റ് സംവിധാനവും ഒക്കെ ഒരുക്കേണ്ടത്. ഭക്തി ഗാനമേള അല്ലാതെ സിനിമാ പാട്ടാണോ ഗാനമേളയായിട്ട് ഈ പറയുന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നടത്തുക എന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും മറ്റൊരു ചോദ്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഭക്തർ
ഭക്തരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്ന പണം ദൂർത്തായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി മറ്റൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. പണം കൂടുതലായിട്ട് ശേഖരിക്കപ്പെടുകയാണെങ്കിൽ ആ പണം അവിടെ വരുന്ന ഭക്തർക്ക് തന്നെ അന്നദാനം എന്നുള്ള രീതിയിൽ നൽകണമെന്നാണ് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണം അതൃപ്തികരമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. കാരണം ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചത് നിലവിൽ വിജിലൻസ് ഓഫീസറുടെ അടക്കം ദേവസ്വം വിജിലൻസ് ഓഫീസറുടെ അടക്കം അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഈ ക്ഷേത്രോപദേശക സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് ഇറക്കുകയും ആ പ്രോഗ്രാം വെച്ചതുമൊക്കെ അതിന് ദേവസ്വം കമ്മീഷണറുടെ അനുമതി ഉണ്ടായിരുന്നില്ല. അതിലേക്ക് വരാം രേഷ്മ, ഒന്ന് തുടരണം. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ആദ്യമേ വാർത്ത റിപ്പോർട്ട് ചെയ്ത മനോജ് കൂടി ചെയ്തിട്ടുണ്ട്. മനോജ്, എല്ലാം ചെയ്ത ഉപദേശക സമിതിയാണ്, ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് ഇതിൽ റോളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കൈയെഴുകാനാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത്. ഒരു പരിധിവരെ ഇത് ശരിയാണ്. അത് ഉത്സവങ്ങളുടെ സംഘാടനമൊക്കെ പ്രാദേശികമായി രൂപീകരിക്കുന്ന ഉപദേശക സമിതിയാണ്. എന്നാൽ അതിരൂക്ഷ ഭാഷയിലാണ് മനോജ് കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ മനോജാണ്. ജൻ ടി വിയിലൂടെയാണ് ഈ വാർത്ത ആദ്യം പുറത്തേക്ക് വരുന്നത്. ക്ഷേത്രങ്ങൾ വിപ്ലവഗാനം പാടാനുള്ള ഇടമല്ല. അവിടെ പണം അധികമായി ഉണ്ടെങ്കിൽ അത് ഭക്തർക്ക് അന്നദാനമായി നൽകും, അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കോടതി. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉപദേശക സമിതിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടി ഘടകങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ കടക്കലിൽ? മനോജ്, രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കോടതിയും ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ ഉപദേശക സമിതിയുടെ അതോടൊപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം, അത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളത് ചെയ്തു എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ഒഴിഞ്ഞു മാറുന്ന സമീപനമായിരുന്നു ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് ദേവസ്വം ബോർഡിനെ സമീപിച്ചപ്പോൾ ദേവസ്വം ബോർഡിന്റെ അധികൃതരും ഇത്തരത്തിൽ തന്നെയാണ്, അത് നടപടി ഉണ്ടാകുമെന്നുള്ള ആ ഒരു വാക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. വിജിലൻസ് അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടിരുന്നു. എന്തായാലും ഈ സംഭവം നടക്കുന്നത് ഈ കഴിഞ്ഞ ഈ കടക്കൽ തിരുവാതിര മഹോത്സവത്തിനിടെയാണ്. 10ാം ഉത്സവ ദിനത്തിലാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ തന്നെ നോട്ടീസിൽ ഈ പരിപാടിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ വ്യാപാരി വ്യവസായി സമിതി, അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇടതുപക്ഷ അനുകൂല സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചത്. ആ ക്ഷേത്രവേദിയിലാണ് ഇത്തരത്തിൽ വിപ്ലവ ഗാനം ആലപിച്ചതും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ പതാകയും CPM-ന്റെ ചിഹ്നവും ആ സ്ക്രീനിൽ തെളിഞ്ഞു വന്നതും.